കണ്ണൂർ കൊട്ടിയൂർ പന്ന്യാമലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. കമ്പിവേലിയിൽ കുടുങ്ങി കടുവയ്ക്ക് പരിക്കേറ്റിരുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെ ഈ കടുവയെ കൂട്ടിലാക്കിയ ശേഷവും നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാത്തതിൽ ഇന്നലെ വൈകുന്നേരം രാത്രിയിലുമൊക്കെ അവിടെ കൊട്ടിയൂരിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തതാണ്. എപ്പോഴാണ് ഈ കടുവ ചത്തത്? തുടർ നടപടികൾ എങ്ങനെയാവും? ഗൂഗിൾ ഇന്നലെ കടുവ പിടികൂടിയതിന് ശേഷം നടത്തിയ പരിശോധനയിൽ കടുവയുടെ ഉളിപ്പല്ലടക്കം നഷ്ടമായതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. ആരോഗ്യസ്ഥിതിയിൽ ഇന്നലെ തന്നെ ചെറിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മളിപ്പോൾ ഈ വനംവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. തുടർന്ന് ഇന്നലെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു കടുവയെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിന് വേണ്ടി രാത്രി നടപടി സ്വീകരിക്കുന്നത്. ഈ തൃശ്ശൂരിലേക്കുള്ള യാത്രാമധ്യേ കോഴിക്കോട് വെച്ച് ഈ കടുവ ചത്തു എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ആരോഗ്യസ്ഥിതി ഇന്നലെ തന്നെ ചില ആശങ്കകൾ പ്രകടമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ കടുവ ചാവുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അറിയിക്കുന്നത്. കോഴിക്കോടാണ് നിലവിൽ ഈ കടുവയുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഈ കടുവയുടെ സംസ്കാരം നടത്തുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. തൃശൂർ മൃഗശാലയിൽ കടുവ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. മൃഗശാല അധികൃതർ വിവരം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കടുവയ്ക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന് വേണ്ട വെറ്ററിനറി ഡോക്ടർമാരെ അടക്കം ഈ തൃശൂർ മൃഗശാലയിൽ സജ്ജീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ കോഴിക്കോട് വെച്ച് കടുവ ചാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇന്നലെ ഈ പന്ന്യാമലയിൽ നിന്ന് കടുവയെ പിടികൂടിയതിന് ശേഷം തന്നെ ഇതിന്റെ ആരോഗ്യസ്ഥിതിയിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ആരോഗ്യസ്ഥിതിയിൽ മോശമായ രീതിയിലേക്ക് പോയിരുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. അതിനെ തുടർന്നാണ് ഇത് ഈ ചാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം ഏറെ നേരം ഇത് ഈ വേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കടുവ വലിയ ഭയപ്പാട് ിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഈ മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. കോഴിക്കോടാണ് നിലവിൽ കടുവയുടെ ശരീരം സൂക്ഷിച്ചിട്ടുള്ള. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വനംവകുപ്പ് തന്നെ ഇത് സംസ്കരിക്കും. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും കൊട്ടിയൂരിൽ ഇന്നലെ വേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. ആ കടുവയെ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് യാത്രാമധ്യേ കടുവ ചത്തത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശ്ശൂരിൽ പൂർത്തിയാക്കിയ ശേഷം കടുവയുടെ ജഡം സംസ്കരിക്കും. സൂരജ് സജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.